RSS പരിപാടിയിൽ പങ്കെടുത്ത കുഫോസ് VC ബിജു കുമാറിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സർക്കാരിന്റെ അനുവാദമില്ലാതെ സർക്കാർ പ്രതിനിധി ഇത്തരം പരിപാടികളിൽ പോയാൽ അയാളെ സ്ഥാനത്ത് നിന്നും മാറ്റണം. വൈസ് ചാൻസലർമാരെ ഗവർണർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് RSS പരിപാടിയിൽ VCമാർ പങ്കെടുത്തത്. ഗവർണർ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുന്നു. വലിയ പ്രതിഷേധം ആവശ്യമാണെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. അങ്ങനെയൊക്കെ ഈ RSSന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ഇരുത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ പ്രതിനിധി സർക്കാർ പറഞ്ഞിട്ടാണോ പോയത്? അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. സർക്കാർ പ്രതിനിധി സർക്കാരിന്റെ അനുവാദമില്ലാതെ പോയി കഴിഞ്ഞാൽ സർക്കാർ ആ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. അതേസമയം RSS പരിപാടിയിൽ VCമാർ പങ്കെടുത്ത സംഭവത്തിൽ VCമാർക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും രംഗത്ത് വന്നിരുന്നു. ചില VCമാരുടെ എങ്കിലും തലകൾ ജ്ഞാനവിരോധത്തിന്റെ തൊഴുത്താക്കി മാറ്റിയെന്ന് അത് കേരളത്തിന് ലജ്ജാവഹമാണെന്നും മന്ത്രി ബിന്ദു പറഞ്ഞു. വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് അണിയറകളാക്കാൻ ഒരുങ്ങുന്നത് അംഗീകരിക്കാനാവില്ല എന്നും മന്ത്രി R ബിന്ദു പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ചേർത്തത്. ഹാൻസ്, ഇതിപ്പോൾ ഒരിടത്തല്ല പല സർവകലാശാലകളിലും VCമാർ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും നിലപാടുകളെ എങ്ങനെ വ്യാഖ്യാനിക്കണം? ഇതിലൊരു ഗവർണറുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതികരണത്തിന് കൂടി സാധ്യതയുണ്ടോ? സേതു, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ എറണാകുളത്ത് നടന്ന RSS പരിപാടിയിൽ 4 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത്. കണ്ണൂർ സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കേരള സർവകലാശാല, ഒപ്പം കുഫോസ് സർവകലാശാല. ഈ 4 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം കുഫോസ് VC ആയിട്ടുള്ള ബിജുകുമാർ വിശദീകരണവുമായി രംഗത്തെത്തിയെങ്കിലും ഇപ്പോൾ മന്ത്രിമാരടക്കം വലിയ രൂക്ഷമായ ഭാഷയിലാണ് ഇവർക്കെതിരെ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം തന്നെ പ്രതികരിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു. അത് പ്രധാനമായും കുഫോസ് VC ആയിട്ടുള്ള ബിജുകുമാറിനെതിരെയായിരുന്നു. കാരണം സർക്കാർ നൽകിയ പാനലിൽ നിന്ന് ഗവർണർ തിരഞ്ഞെടുത്ത വൈസ് ചാൻസലർ കൂടിയാണ് ബിജുകുമാർ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ RSS പരിപാടിയിൽ പങ്കെടുക്കുന്ന ബിജുകുമാറിന് സ്ഥാനത്ത് തുടരാൻ അനുവാദമില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നുകൂടി മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള R ബിന്ദു വളരെ രൂക്ഷമായ ഭാഷയിൽ വൈസ് ചാൻസലർമാരെ വിമർശിച്ചത്. ഇത് പ്രധാനമായും മനുവാദത്തിൽ ഊന്നിയ മതരാഷ്ട്ര നിർമ്മിതിയാണ് RSSന്റെ ലക്ഷ്യം. അതിനുവേണ്ട ആശയപരിസരം സൃഷ്ടിക്കാനാണ് സർവകലാശാലകളെയും ബൗദ്ധിക കേന്ദ്രങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് കൂട്ടുനിന്ന ചില VCമാരുടെ തലയെങ്കിലും ജ്ഞാനവിരോധത്തിൻ്റെ തൊഴുത്താക്കി മാറ്റിയത് RSSന് അഭിമാനകരമായെങ്കിലും കേരളത്തിന് ലജ്ജാകരമാണ്. അതുകൂടാതെ തന്നെ സർവ്വ മതസ്ഥരും ഉൾപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത്. ഇവയെ ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്ക് അണിയറകളാക്കാൻ കൂട്ടുനിൽക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അതിനോടൊപ്പം തന്നെ കേരള ജനത ഈ പ്രവൃത്തികളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി തള്ളുകയും ചെയ്യും എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള R ബിന്ദു വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ വിമർശനങ്ങൾക്കെതിരെ ഇതുവരെയും രാജ്ഭവനോ ഗവർണറോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. സേതു, ശരി ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.